എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളൊരു പെർഫ്യൂമാണ്. പക്ഷേ നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം അത് കൂടെ റിവ്യൂ ചെയ്യാൻ തോന്നും, അത് പുതിയ അഭിപ്രായങ്ങൾ പറയാൻ തോന്നും. അപ്പോൾ അത്തരത്തിൽ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അർമാനി സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ്ലി. അർമാനിയുടെ ലൈനപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അർമാനി കോഡ് ലൈനപ്പ് ഉണ്ട്, അക്വാഡിജിയോ ലൈനപ്പ് ഉണ്ട്, അർമാനി സ്ട്രോങ്ങർ വിത്ത് യു ലൈനപ്പ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രോങ്ങർ വിത്ത് യു ലൈനപ്പ് എന്ന് പറയുന്നത് സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വീറ്റ് പാർട്ടി ക്ലബിങ് അടിച്ചുപൊളി ഇങ്ങനെയുള്ളൊരു വൈബ് തരുന്ന ഒരു ലൈനപ്പാണ് സ്ട്രോങ്ങർ വിത്ത് യു ലൈനപ്പ്. ആ ലൈനപ്പിൽ ഏറ്റവും കിടിലം ഐറ്റമാണ് ഇൻറ്റൻസ്ലി. ഓൾറെഡി സ്ട്രോങ്ങർ വിത്ത് യു തന്നെ ഭയങ്കരമായിട്ട് തരംഗമായൊരു പെർഫ്യൂമാണ് സ്ട്രോങ്ങർ വിത്ത് യു. ഒരുപാട് പെർഫ്യൂം കളക്ടേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന യൂട്യൂബ് റിവ്യൂസിൻ്റെ കയ്യിലൊക്കെയും സ്ട്രോങ്ങർ വിത്ത് യു ഉണ്ടാവും. നല്ല പെർഫോമൻസാണ് സ്ട്രോങ്ങർ വിത്ത് യുവിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അവർ 2019 അവരിറക്കിയ മറ്റൊരു ഐറ്റമാണ്, ഒരു അഡാർ ഐറ്റമാണ് സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ്ലി. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് തോന്നി. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ 1-2 ബോട്ടിലൊക്കെ ഉപയോഗിച്ച് തീർത്തു. അപ്പോൾ പിന്നെയും ഒരു അവസരം കിട്ടിയപ്പോൾ വീണ്ടും അത് നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കാനാണ് നമ്മൾ പുതിയ റിവ്യൂ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ബോക്സ് ഇതാണ്. ഇവിടെ സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. 100 ml ആണ്. ഇവിടെ എംബോറിയോ അർമാനി ഓടെ പെർഫ്യൂം കോൺസെൻട്രേഷനാണ്. ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ജോർജിയോ അർമാനി ബാച്ച് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാം. ബാച്ച് കോഡ് കാണാം. സൈഡിലും ബാക്കിലൊന്നുമില്ല. ഇവിടെ ഒരു അർമാനിയുടെ ഒരു ലോഗോ ആണ്. ഓഫ്, കണ്ടോ? ഇത് ജ്യൂസിൻ്റെ കളർ കണ്ടോ? ഇത് ശരിക്കും നിങ്ങൾ നേരിട്ട് കാണാൻ ഭയങ്കര രസമായി. ഒരു ബോട്ടിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു പ്രീമിയം ക്വാളിറ്റി, അർമാനിയുടെ ഒരു ക്വാളിറ്റി, നമുക്കൊരു സിഗ്നേച്ചർ ക്വാളിറ്റി ഈ ഒരു ബോട്ടിൽ കാണാം. ഈ ജ്യൂസിൻ്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും മനസ്സിൽ ഓടി വരുന്നത്? സിറപ്പ് അല്ലേ, സ്വീറ്റ് ആയിട്ടുള്ള സിറപ്പ്, അല്ലെങ്കിൽ പഞ്ഞിമിഠായി. പണ്ട് നമുക്ക് കിട്ടിയിരുന്ന പഞ്ഞിമിഠായിക്ക് ഉരുക്കുമ്പോൾ ഈ ഒരു കളർ വരും. അല്ലെങ്കിൽ പഞ്ചസാര, അല്ലെങ്കിൽ ആ പഞ്ചസാര ഉരുക്കുമ്പോൾ കിട്ടുന്ന ഒരു കളർ. അപ്പോൾ അത്തരം സ്വീറ്റ് ആയിട്ടുള്ള ഒരു സിറപ്പ് നിറച്ചിരിക്കുന്ന ഒരു 100 ml ബോട്ടിലായിട്ടാണ് നമുക്ക് കാഴ്ചയിൽ ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് അതിൻ്റെ മണവും, ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല്. ഇപ്പോൾ സ്വീറ്റ് പെർഫ്യൂംസിനോട് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ്ലി. ഇപ്പോൾ ബോട്ടിൽ ഡിസൈനൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും കാണാം. ഇവിടെ പെർഫ്യൂം, ഇവിടെ സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ്ലി, താഴെ എംബോറിയോ അർമാനി എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലും ബാക്കിലൊന്നുമില്ല. എൻ്റെ ക്യാപ്പ് കണ്ടോ? ഉള്ളിൽ അർമാനിയുടെ ലോഗോ കാണാം. ഒരു പ്രത്യേക മെക്കാനിസമാണ് ഇതിൻ്റെ ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്നത്, കണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് ഒരു ക്യാപ്പ് ഡിസൈൻ കാര്യങ്ങളും. ബോട്ടിലിന് 10 out of 10 ഞാൻ കൊടുക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബോട്ടിൽ ഡിസൈനാണ് അർമാനി സ്ട്രോങ്ങർ വിത്ത് യു. ഇത് വാർഡ്രോബിൽ ഇരിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഐശ്വര്യമാണ്, ഒരു ഭംഗിയാണ് ഇത് കാണാൻ തന്നെ, ഒരു പ്രത്യേക ഒരു ചേലാണ് ഇത് കാണാൻ. അപ്പോൾ ഇത്രയാണ് ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും ഏത് സെഗ്മെൻറ്റിൽ വരുന്നതാണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ മെയിൻ അക്കോർഡ്സ് എന്ന് പറയുന്നത് വാനില, സ്വീറ്റ്, ആംബർ, സിനമോൺ, വാം സ്പൈസി, പൗഡറി, അരോമാറ്റിക്, സോഫ്റ്റ് സ്പൈസി, കാരമൽ, മസ്കി. ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഓട്ടോമൈസർ. ഇതിൻ്റെ സ്പ്രെയർ ഒരു രക്ഷയില്ലാത്തൊരു സ്പ്രെയറാണ്. സ്മൂത്തായിട്ട് എന്താ പറയുക, സ്പ്രേ ചെയ്യുന്ന ഒരു നല്ലൊരു ഓട്ടോമൈസറാണ്. നന്നായിട്ട് ജ്യൂസ് സ്പ്രെഡാവും. ഓൾറെഡി ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡ്രൈ ഡൗൺ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഒരു സ്വീറ്റ് സിറപ്പ് കുടിക്കാൻ തോന്നുന്നു. വളരെ സ്വീറ്റ്, അൾട്രാ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം. പിന്നെ ടോപ്പ് നോട്ടിൽ എനിക്ക് കിട്ടുന്നത്, ഇപ്പം ടോപ്പ് നോട്ട്സ് ഞാൻ പറയാം. ടോപ്പ് നോട്ട് പറയുന്നത് പിങ്ക് പെപ്പർ, ജുനിപ്പർ, വയലറ്റ്. പിന്നെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്നത് ടോഫി, സിനമൺ, ലാവൻഡർ, സേജ്. ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ വാനില, ടോങ്ക ബീൻ, ആംബർ, സ്വീറ്റ്. ഇത്രയാണ് എൻ്റെ നോട്ട് പറയുന്നത്. സ്ട്രോങ്ങർ വിത്ത് യു നിങ്ങൾ സ്മെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രോങ്ങർ വിത്ത് യു ഓപ്പണിങ്ങിൽ ഒരു ചെറിയൊരു ഫ്ലോറലായിരുന്നിട്ട് പെട്ടെന്നാണ് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹണി, കാരമൽ, വാനില, ബട്ടർ സ്കോച്ച് ഈ നോട്ട് വരുന്നത് അല്ലേ. ഇതിലും അതുപോലെ തന്നെയാണ് ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്ലോറൽ. എനിക്ക് തോന്നുന്നത് ജുനിപ്പറിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പിങ്ക് പെപ്പറിൻ്റെ ആയിരിക്കും. ഒരു പ്രത്യേക ഒരു നോട്ട് ഓപ്പണിങ്ങിൽ കിട്ടുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന മണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോഫിയുടെ നോട്ടാണ്. എനിക്ക് സിനമൺ ആ ഒരു നോട്ട് കിട്ടുന്നില്ല. ടോഫി എന്ന് പറയുന്നത് അറിയാലോ, ഒരു ഈ എന്താ പറയുക, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റുമോ, നമ്മുടെ ഈ എന്താ പറയുക, ഈ കോഫിയുടെ ഫ്ലേവർ വരുന്ന പഴയ കോഫി മിഠായില്ലേ, അതിൻ്റെയൊക്കെ ഒരു കുറച്ചും കൂടിയൊരു ഐറ്റം ടോഫി. ആ ഒരു ടോഫി, ക്യാപ്പിച്ചീനോ ടോഫി, ആ ഒരു നോട്ടാണ് നമുക്ക് ഓപ്പണിങ്ങിൽ കൂടുതലായിട്ടും കിട്ടുന്നത്. അതിനുശേഷം വരുന്നതാണ് വാനില, പിന്നെ ടോഗാബീനും വാനിലയും നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു വാനില എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഐസ്ക്രീം നമ്മൾ കഴിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ഐസ്ക്രീം, പണ്ട് ബോൾ ഐസ്ക്രീം കഴിച്ചിട്ട് ബോൾ ഐസ്ക്രീം അതിൻ്റെ ആ ഒരു ബോൾ എടുത്ത് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മസ്കി വാനില ഒരു സ്മെല്ലുണ്ടല്ലോ. ബോൾ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം പിന്നീട് കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, ഒരു വാനിലയുടെ മണം. ആ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു വാനിലയുടെ സ്മെല്ല് കിട്ടും. ഒപ്പം ടോഗാബീൻ്റെ ആ ഒരു നോട്ട് നമുക്ക് കിട്ടും. കൂടുതലും കിട്ടുന്നത് ഈ ടോഫിയുടെയും കാരമൽ, ബട്ടർ സ്കോച്ച്, അതുപോലെ തന്നെ ഇതിനകത്ത് ഹെസൽ നട്ട് എന്നുള്ള നട്ട് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ആ നോട്ട് എനിക്കറിയില്ല, അത് സ്മെല്ല് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടുന്നത് ഒരു നട്ട്സിൻ്റെ ഒരു സ്മെല്ല് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്നുണ്ട്. അത് എന്ത് അണ്ടിപ്പരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബദാം പരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ ഒരു അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ എന്തോ ഒന്ന് വറുക്കുന്ന മണം, ഇതിട്ട് എണ്ണയിലിട്ട് മൂപ്പിക്കുന്ന ഒരു മണം. കുറച്ചും കൂടി തെളിച്ച് പറഞ്ഞാൽ പാൽപ്പായസം അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുന്ന സമയത്ത്, സേമിയ പായസം പറയാം, സേമിയ പായസം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ഈ അണ്ടിപ്പരിപ്പും പിന്നെ ഉണക്കമുന്തിരിയൊക്കെ പൊരിച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തിട്ട് കോരി ഒഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് മൂപ്പിക്കുമ്പോൾ കിട്ടുന്ന മണം. നമ്മൾ അടുക്കളയിലാണെങ്കിൽ ഓടിയെത്തും, അടുക്കളയിൽ ഓടി വന്ന് നമ്മൾ കൈയിട്ട് വരും ആ ഒരു മണം കിട്ടുമ്പോൾ. അതുപോലൊരു നോട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പം മണം മനസ്സിലായോ? ആ ഒരു സ്മെൽ, അടുക്കളയിൽ വേവിക്കുന്ന അല്ലെങ്കിൽ അടുക്കളയിൽ മൂപ്പിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെയും പായസം വെക്കുന്ന സമയത്ത് മൂപ്പിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെയും ആ ഒരു ഉണക്കമുന്തിരിയൊക്കെ വറക്കുന്ന ഒരു മണം, ആ ഒരു മണമാണ് ഇതിനകത്തുള്ളത്. ആ ഒരു മണവും പിന്നെ ടോഫി, കാരമൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ നോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വീറ്റ്നെസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് സ്വീറ്റാണെന്ന്. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഈ ഒരു നിങ്ങളെ കൺവേ ചെയ്യാൻ നോക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മണങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള നോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ നോട്ടും കാര്യങ്ങളും. ഡ്രൈ ഡൗണിലാണ് ഒരു എന്താ പറയുക, വളരെ വലിയൊരു മാജിക് എന്ന് പറയുന്നത് ഡ്രൈ ഡൗണിന് ഒരു രക്ഷയില്ലാത്ത ഡ്രൈ ഡൗണാണ്. മിക്കവാറും ഒട്ടുമിക്ക പെർഫ്യൂമിലും ടോപ്പ് നോട്ടും മിഡിൽ നോട്ടും ബേസ് നോട്ടിലൊക്കെ പറയത്തക്ക വലിയ നോട്ട് എന്താ പറയുക, ഒരു ചേഞ്ച് കാണാറില്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂമിൽ ഡ്രൈ ഡൗണിൽ വരുമ്പോൾ സ്ട്രോങ് വിത്ത് യുവിൻ്റെ ആ ഒരു ഓപ്പണിങ് നമുക്ക് കിട്ടും. ആ സ്ട്രോങ് വിത്ത് യുവിൻ്റെ ആ ഒരു സ്മെല്ല് ഡ്രൈ ഡൗണിൽ കിട്ടും. ഇൻറ്റൻസിറ്റിയുടെ അല്ല, സ്ട്രോങ് വിത്ത് യുടെ ഒരു മണം ഡ്രൈ ഡൗണിൽ കിട്ടും. അതുപോലെ തന്നെ ഡ്രൈ ഡൗണിൽ കിട്ടുന്ന മണം ഒരു രക്ഷയില്ലാത്തൊരു മണമാണ്. എനിക്ക് തോന്നുന്നത് ഡ്രൈ ഡൗൺ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ പെർഫ്യൂമിലെ അസ്തമിക്കുന്ന സമയത്ത് കിട്ടുന്ന മണമാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള മണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു നട്ട്സിൻ്റെ സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, അതൊരു പേര് സൂചിപ്പിക്കുന്ന ഒരു ഇൻറ്റൻസിറ്റി ആണത്. ഈ പേരിപ്പം സ്ട്രോങ് വിത്ത് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞതുപോലെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സ്മെല്ലാണ്. അതുപോലെ ഗേൾസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഗേൾസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, വളരെ സെക്സിയാണ്, വളരെ സൂത്തിങ് ആയിട്ടുള്ള സ്മെല്ലാണ്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബീസ്റ്റ് മോഡ് കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഒരു മണം നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു മണം പ്രൊജക്റ്റ് ചെയ്യും. നല്ല പ്രൊജക്ഷനുണ്ട്. ഒരു ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പറ്റിയൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇത് സ്മെല്ല് ചെയ്യുന്നവർക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാക്കും. ഈ ഒരു മണം കൂടെ സ്മെല്ല് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു തരം മണം. അത് മാത്രമല്ല, നിങ്ങൾ മുടക്കുന്ന ഒരു പൈസ, ഓരോ തുള്ളിക്കും മുടക്കിയ പൈസയ്ക്ക് വർത്താണ് ഈ ഒരു പെർഫ്യൂം. നമ്മുടെ കളക്ഷനിൽ മസ്റ്റായിട്ട് വേണം ഈ ഒരു പെർഫ്യൂം. കളക്ഷനിൽ ഇപ്പോൾ സ്വീറ്റ് പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആ ഒരു DNA താല്പര്യമുള്ളവർക്ക് കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അത് മാത്രമല്ല, നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടാൽ മതി, ഈ ഇൻറ്റൻസിറ്റിയുടെയൊക്കെ ഒരു കമ്പാരിസൺ വീഡിയോയിൽ ലേഡീസൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തൊരു പെർഫ്യൂമാണ്. പലപ്പോഴും മറ്റ് പെർഫ്യൂംസിനെ കവച്ച് വയ്ക്കുന്നൊരു പെർഫോമൻസ് ഈ ഒരു പെർഫ്യൂമിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഗേൾസിന് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല, ആൾക്കാർ മണത്ത് പിടിക്കും. നമ്മളെ ഇതടിച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർ മണത്ത് പിടിക്കുന്ന കേട്ടില്ലേ, അതുപോലെ മണത്ത് പിടിക്കുന്ന ഒരു തരം ഒരു ക്രേസി അട്രാക്ഷൻ കിട്ടുന്നൊരു പെർഫ്യൂമാണ്. അതുമാത്രമല്ല, സ്മെല്ല് ചെയ്തൊരു വ്യക്തി എളുപ്പമൊന്നും മറക്കില്ല, ഈ ഒരു DNA മറക്കില്ല, ഈ ഒരു മണം ഓർത്തിരിക്കും. ചിലപ്പോൾ ഈ ഒരു മണം കൊണ്ട് നമ്മൾ ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കളക്ഷനിൽ വേണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു ഫാക്ടർ എനിക്ക് പറയാം. ഇവിടെ ഒരു ചെറിയൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മണം കിട്ടുന്നുണ്ട്. ഈ ഒരു സ്വീറ്റ് പെർഫ്യൂമിൽ തന്നെ എന്തോ ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ലാവൻഡറിൻ്റെ ആയിരിക്കാം, ആ ഒരു നോട്ടായിരിക്കാം. അത് പ്രൊമിനൻ്റ് അല്ലെങ്കിലും ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു തരം
ഒരു എന്താ പറയുക ഫ്രഷ് സ്മെല്ല് ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു ലാവൻഡറിൻ്റെ ഒരു മണം. അത് സ്ട്രോങ് വിത്തിയിലുണ്ട്. ആ ഒരു ലാവൻഡറിൻ്റെ സ്മെൽ സ്ട്രോങ് വിത്തിയിലുണ്ട്. അപ്പോൾ ആ ഒരു ലാവൻഡറിൻ്റെ മണം എവിടെയോ എപ്പോഴോ ഒന്ന് കയറി വരുന്നുണ്ട്. അതൊരു ക്ലീൻ സ്മൂത്തായിട്ടുള്ള ഒരു മാജിക് പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ അതൊന്ന് സെറ്റായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ ഈ മണം. ഈ മുറി മുഴുവൻ ആ ഒരു മണമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ എൻ്റെ കളക്ഷനിൽ ഞാനിത് തീരുമ്പോൾ വാങ്ങി വയ്ക്കും. ഒരു ഒഴുകി ഇറങ്ങുന്ന ഒരു മെലഡി പോലെ അല്ലെങ്കിൽ ഒരു സിംഫണി പോലെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു DNA ആണ് സ്ട്രോങ് വിത്തിയുടെ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം നിങ്ങളുടെ കളക്ഷനിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായും വാങ്ങണം. നമ്മുടെ ഒരു വേവ് ലെങ്ത് ഉള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചോ. വർത്താണ് ഈ ഒരു പെർഫ്യൂം. ഇനി ഇതിൻ്റെ ലോങ്ജെവിറ്റി ഏകദേശം 7-8 മണിക്കൂറോളം ലോങ്ജെവിറ്റി എനിക്ക് കിട്ടുന്നുണ്ട്. 8 മണിക്കൂറിനപ്പുറം എനിക്ക് കിട്ടുന്നുണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ 2-2.5 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. പിന്നീട് അടുത്തോട്ട് വരുമ്പോൾ ഒരു 1 ഫീറ്റ് ലെങ്ത്തിലാണ് പിന്നീടുള്ള പ്രൊജക്ഷൻ കിട്ടുന്നത്. സിയാഷും ഉണ്ട്. നമ്മൾ പോകുമ്പോഴൊക്കെ ഒരു മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണം റിമൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഷർട്ട് എടുത്തിടുമ്പോൾ ആ ഒരു മണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലോങ്ജെവിറ്റിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രൊജക്ഷൻ കൊള്ളാം, സിയാഷ് കൊള്ളാം, മണം ഒരു രക്ഷയില്ലാത്തൊരു മണം. പിന്നെ ഒക്കേഷൻ എന്ന് പറയുന്നത് ഇത് വിൻ്റർ ഫോൾ സീസൺ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. ഓട്ടം അതുപോലുള്ള ഒക്കേഷൻസിൽ യൂസ് ചെയ്യേണ്ട അങ്ങനെയുള്ളൊരു കാലാവസ്ഥയിൽ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാലാവസ്ഥയൊന്നുമില്ല. യൂറോപ്പിലെ കാലാവസ്ഥ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം രാത്രി ഈ സമയത്ത് മാത്രം ഉപയോഗിക്കുക. ഒരു കാരണവശാലും പകൽ സമയത്തോ ഉച്ചയ്ക്കോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. രാത്രി മാത്രം. രാത്രി നല്ല തണുപ്പുള്ള രാത്രി വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. ഇതല്ലാത്ത വേറൊരു ഒക്കേഷനിൽ അടിക്കാൻ പാടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടില്ല. വൈകുന്നേരങ്ങളും രാത്രിയും അടിച്ചാൽ ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ്സ് കിട്ടും. നിങ്ങൾക്ക് മറക്കാനാവാത്തൊരു അനുഭൂതി കിട്ടും. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, അപ്പോൾ കിട്ടും. ഇത് യൂത്തായിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് പ്രായം എനിക്ക് ഒരുപാട് മെച്യൂർഡായിട്ടുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. അതായത് 10-40 വയസ്സപ്പുറമുള്ളവർ യൂസ് ചെയ്യേണ്ട. യൂത്തായിട്ടുള്ളവർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 40 മുകളിലോട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് യൂത്ത് ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു യൂണിസെക്സ് ക്യാരക്ടർ ഉണ്ട് കേട്ടോ ഈ പെർഫ്യൂമിന്. ഒരു യൂണിസെക്സ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. ലേഡീസിനാണെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡേറ്റിംഗ് പാർട്ടി, ഒരു എന്താ പറയുക, ഒരു കാർണിവൽ ലൈഫൊക്കെ അങ്ങനെയൊക്കെ ലൈഫ് നയിക്കുന്നവരുണ്ടല്ലോ. അടിച്ചുപൊളി യാത്ര പോവുക. പിന്നെ അതുപോലെ തന്നെ ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ, ഗേൾ ഫ്രണ്ടായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വളരെ സ്വകാര്യപ്പെട്ട നിമിഷങ്ങളുണ്ടല്ലോ. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പം അത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് വരുമ്പോൾ ഒന്നും അടിക്കാൻ പാടില്ല. ഇത് നിങ്ങൾ വളരെ എന്താ പറയുക, ഇത് വളരെ ക്ലോസ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പാർട്ടിയിലൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ അത്തരം അങ്ങനെയുള്ള ഒക്കേഷൻ അടിക്കേണ്ട. കാരണം അത്തരം ഒക്കേഷനൊക്കെ ഒരു ഫ്രഷ് ആയിട്ടുള്ള DNA അടിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുതരം എന്താ പറയുക, ഒരു ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നോട്ടല്ലേ. ഇതെന്താ പറയുക, ഇതൊരു തരം ഒരു കെയറിങ് തരുന്ന ഒരു DNA ആണ്. കെയറിങ്, നമുക്ക് അടുത്തോട്ട് നമ്മളോട് പ്രത്യേക ഒരു അട്രാക്ഷൻ തരുന്നൊരു പെർഫ്യൂമാണ്. ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ നമുക്ക് അട്രാക്ഷൻ കിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒക്കേഷൻസിൽ യൂസ് ചെയ്യുക. ഗേൾസൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ, അതുപോലെ തന്നെ സിനിമയ്ക്ക് പോകുമ്പോൾ, കാറിലൊക്കെ ചിലപ്പോൾ തോന്നില്ലേ ഒരു യാത്ര പോകാം, നീണ്ട ഒരു യാത്ര പോകാം. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ, ബീച്ചിൽ പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഒന്ന് അടിക്കുക. അപ്പോൾ അടിച്ച് ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ്സ് കിട്ടും. പിന്നെ വൈകുന്നേരങ്ങളിൽ വരുന്ന ചടങ്ങുകൾ, അങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അത്തരം ഒക്കേഷനിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് വാങ്ങിത്തന്നൊരു പെർഫ്യൂമാണ്. അടിക്കുമ്പോഴൊക്കെ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ബോഡിയിലും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഷർട്ടിലും നന്നായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഒരിക്കലും ബോഡിയിൽ അടിക്കരുത്. ഷർട്ടിലടിക്കുന്നതാണ് നല്ലത്. വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കൂടി വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.